നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിന് തീ പിടിച്ചു. 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. B1 M2 കോച്ചുകളാണ് കത്തിയത്. കോച്ചുകളിൽ ഉണ്ടായിരുന്നത് 158 യാത്രക്കാരാണ്. അതിൽ ഒരാൾ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും മരിച്ചയാൾ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ട്രെയിൻ അനകാപ്പള്ളി ജില്ലയിലെ യലമഞ്ചലി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. 1819 ടാറ്റാ നഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 2 കോച്ചുകളാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടയുടൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയും 2 അഗ്നിശമന യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അതിന് നേതൃത്വം നൽകി. തീപിടിച്ച 2 കോച്ചുകളും ഉടൻ ട്രെയിനിൽ നിന്ന് വേർപെടുത്തുകയായിരുന്നു. യാത്രക്കാരെ ഉടനെ പുറത്തിറക്കാൻ കഴിഞ്ഞതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. എന്തായാലും തീപിടുത്തം എങ്ങനെ ഉണ്ടായി അതിന്റെ കാര്യത്തിൽ പിന്നിലുള്ള കാരണം അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. എന്തായാലും ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ആളപായത്തിലേക്ക് നയിക്കപ്പെടാതെ, വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കപ്പെടാതെ വേഗം തന്നെ അധികൃതർ ഇടപെട്ട് വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് തന്നെ, വലിയൊരു ദുരന്തം ഒഴിവായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസിലാണ് തീപിടുത്തം ഉണ്ടായത്. B1 M2 ബോഗികൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി. ടാറ്റാ നഗറിൽ നിന്ന് എറണാകുളത്തേക്ക് വരവെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയോ, എന്താണ് സ്ഥിതി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഒരാൾ മരിച്ചു. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ അപകടം, അതായത് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ, പൊള്ളലേറ്റിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.